സദൂട്ടൻ്റെ അമ്മയും അതായത് ഞാനും നിതീഷ് ചേട്ടനും കൂടെ പുറത്ത് പോകാനായിട്ട് പ്ലാൻ ചെയ്തു. നമ്മൾ എല്ലാ വീക്കെൻഡ്സിലും പുറത്ത് എവിടെയെങ്കിലും പോകാറുണ്ട്. മീൻസ് നമ്മൾ രാവിലെ എഴുന്നേറ്റ് പോകാനായിട്ട് ധൃതി പിടിക്കുക അങ്ങനത്തെ പരിപാടികളൊന്നുമില്ല. നമ്മുടെ വീക്കെൻഡ്സ് വളരെ സ്ലോ ആണ്. കാരണം നമ്മൾ പയ്യെ എഴുന്നേക്കുള്ളൂ, ലൈറ്റായിട്ട് ഉച്ചയ്ക്ക് എന്തെങ്കിലും കഴിക്കും, എന്നിട്ട് ഈവനിങ്ങിൽ നമ്മൾ പുറത്ത് പോകാനായിട്ട് പ്ലാൻ ചെയ്യും. അപ്പോൾ ഇന്ന് നമ്മൾ സ്വർഗം എന്ന് പറയുന്നൊരു സ്ഥലത്തേക്ക് പോകാനാണ് പ്ലാൻ ചെയ്തത്. സ്വർഗം എന്ന് പറയുമ്പോൾ ഒരു അടിപൊളി സ്ഥലമാണ്. നമ്മൾ കാറ് പാർക്ക് ചെയ്തിട്ട് വരുമ്പോൾ ഉണ്ടല്ലോ, ഇവരുടെ വൈബ്, ഇവർ ഒരു കായലിനരികിലാണ് ഇവരുടെ റെസ്റ്റോറൻറ്റ്. സ്വർഗം എന്ന് പറയുന്ന ഒരു ചെറിയ റെസ്റ്റോറൻ്റ് ആട്ടോ, ചെറുതല്ല, ചെറിയൊരു വലിയ റെസ്റ്റോറൻ്റാണ്. ഇവിടെ കയറുമ്പോഴേ ഒരു ലൈറ്റ് മ്യൂസിക് കേൾക്കും. അപ്പോൾ നമ്മൾ വിചാരിക്കും ആരാണ്ട് പാട്ടിട്ടേക്കുവാണോ, മിക്കയിടത്തും അങ്ങനെയാണല്ലോ, പാട്ടിടുവാണല്ലോ. പക്ഷെ അല്ല, ഇവിടെ കുട്ടികൾ ലൈവായിട്ട് പാടുകയാണ്. അപ്പോൾ ഒരു നല്ല ഫീലായിട്ടാണ് പാടുന്നത്. ഇത് പണ്ടേതോ രാജ്യത്തെ ആ പാട്ടൊക്കെയാണ് ഇവർ പാടുന്നത്. എന്താ വൈബ് എന്നറിയാം. ആ പാട്ടും ഇവരുടെ ആ ഒരു സെറ്റപ്പും കായലും അടിപൊളി വൈബാണ്. പിന്നെ നമ്മൾ കുറേ സാധനങ്ങൾ ഓർഡർ ചെയ്തു. പാൽക്കപ്പ, ഇവരുടെ തന്നെ സിഗ്നേച്ചർ സ്വർഗം ബീഫും സ്വർഗം ചിക്കനും, ഇത് രണ്ടും നമ്മൾ ഓർഡർ ചെയ്തു. എനിക്ക് സ്വർഗം ബീഫാണ് ഇഷ്ടപ്പെട്ടത്, നിതീഷ് ചേട്ടന് സ്വർഗം ചിക്കനുമാണ് ഇഷ്ടപ്പെട്ടത്. പിന്നെ കപ്പ, പാൽക്കപ്പ, ഇടിയപ്പം, എന്തൊക്കെയോ കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു. നമ്മൾ എല്ലാത്തിനും ഒരു വേറെ രുചിയാട്ടോ. നമ്മൾ യൂഷ്വലി കഴിക്കുന്ന ഒരു രുചിയല്ല, വെറൈറ്റി രുചിയാണ്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. പിന്നെ നമ്മളത് പാഴ്സലും പറഞ്ഞു, കാരണം ഇവർ ക്വാണ്ടിറ്റി കുറേ തന്നു. അപ്പോൾ നമുക്ക് എല്ലാം കൂടെ കഴിക്കാൻ പറ്റിയില്ല. അപ്പോൾ നമ്മളത് പാഴ്സൽ ചെയ്യിപ്പിച്ചു. എന്നിട്ട് നമ്മൾ തിരിച്ചു പോകാൻ നേരം നമ്മൾ പ്ലാൻ ചെയ്ത് ഇനി എവിടെ പോകാമെന്ന്. കാരണം നേരത്തെ വീട്ടിൽ കയറിയിട്ട് വലിയ പരിപാടിയൊന്നും ഇല്ലല്ലോ. അങ്ങനെ പാർക്കിൽ പോവാം എന്ന് തീരുമാനിച്ചു. പാർക്കിൽ പോയപ്പോൾ സദയ്ക്ക് നമ്മൾ ഒന്ന് ദഹിക്കാനായിട്ടൊന്ന് നടക്കാമെന്നുള്ളതായിരുന്നു പ്ലാനെങ്കിലും സദ ഫുൾ ഓണായിരുന്നു. സദ ലിറ്ററലി ഒരു മണിക്കൂർ 2 മണിക്കൂറെങ്കിലും അവൾ നോൺ സ്റ്റോപ്പ് ഓട്ടമായിരുന്നു അവിടെ. കുറേ ആൾക്കാർ നമ്മൾ ചെന്ന സമയത്തുണ്ടായിരുന്നു. പക്ഷെ പയ്യെ ആൾക്കാരെല്ലാം പോയിട്ട് നമ്മൾ മാത്രമായി മാറി. ലിറ്ററലി ഞങ്ങൾ മാത്രം ആ ഒരു വലിയ പാർക്കിൽ. റോഡിലാണെങ്കിൽ ലൈറ്റും കാര്യങ്ങളൊക്കെ കുറഞ്ഞു വന്നു, കാരണം വണ്ടികളൊക്കെ പോകുന്നത് കുറഞ്ഞല്ലോ. എങ്ങനെയൊക്കെയോ ഞാൻ പിന്നെ സതേ സോപ്പിട്ട്, കാരണം നമുക്കിങ്ങനെ വഴക്കുണ്ടാക്കിയാൽ എനിക്കത് അത്രയോട് താല്പര്യമില്ല. കാരണം ഇതെൻ്റെ മെമ്മറിയാണ്, ഇത് എനിക്ക് നിതീഷേട്ടനുള്ള മെമ്മറീസ് ആണെന്ന് നമുക്കറിയാം. കാരണം ഇതൊന്നും സതേ ഓർത്ത് വെക്കാൻ പോകുന്നില്ല. അപ്പോൾ ഈ ക്യൂട്ട് ഫാമിലി മൊമെൻറ്റ്സ് എനിക്ക് അവളെ കരയിപ്പിച്ച് എൻഡ് ഓഫ് ദ ഡേ പന്നലാക്കിപ്പിക്കണമെന്ന് എനിക്ക് ഒരു പ്ലാനും ഇല്ലായിരുന്നു. അതുകൊണ്ട് മാക്സിമം ഞാൻ സതേ എന്തൊക്കെയോ ഐസ്ക്രീം തരാം, മുട്ടായി തരാം. ഇപ്പം തന്നെ കണ്ട സദാ ഓടിപ്പോയിട്ട് പറയുന്നപ്പോൾ ഞാൻ വരുന്നില്ല എന്നാണ് പറയുന്നത്. ലിറ്ററലി അവൾ വരുന്നില്ല. ആൻഡ് പാർക്കിൽ ഒരു മനുഷ്യരും ഇല്ല. ഞാൻ നിതീഷേട്ടനോട് പറയായിരുന്നു, ഏതെങ്കിലും സൈക്കോൾ വന്ന് നമ്മൾ അറ്റാക്ക് ചെയ്താൽ നമ്മൾ എന്ത് ചെയ്യും എന്നുള്ളത്. എന്നിട്ട് നമ്മളെങ്ങനെയൊക്കെയോ ആ ഒരു പാർക്കിൻ്റെ നമ്മൾ വണ്ടി നിർത്തിയേക്കുന്ന അവിടെ വരെ അവളെ എങ്ങനെയൊക്കെയോ നടത്തിക്കൊണ്ട് വന്നു. ഫൈനലി അവളെൻ്റെ കൈ കയറി. എന്നിട്ട് ഞാൻ തിരിഞ്ഞു നോക്കാതെ ഒറ്റ ഓട്ടം ഓടി. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്.